Good morning, students. Today we will discuss continuity of a function. If f of z is a complex function, then f of z is continuous at a point z if it should satisfy three conditions. The first condition is limit z tends to z naught f of z is equal to L. That is, limit exists. That is the first condition. The second condition, limit z tends to z naught f of z. The value will be f of z naught. The third condition, f of z naught exists. If these three conditions are satisfied, we can say that given complex function is a continuous. The first condition, f of z tends to z naught. Z naught approach ചെയ്യുമ്പോൾ നമുക്ക് പല പാത്തിലൂടെ കടന്നു പോകാം. ഏത് പാത്തിലൂടെ വേണമെങ്കിലും കടന്നു പോകാം. അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വിൽ ബി എൽ. ആ വാല്യൂ എന്തായിരിക്കണം? യൂണീക്ക് ആയിരിക്കണം. That limit will be exist. L is independent of any path. That is, the function should have limit. Therefore, limit should exist. The second point is that limit z naught like approach ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കണം? f of z naught ആയിരിക്കണം. ഫംഗ്ഷന്റെ വാല്യൂ f of z naught ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? f of z naught ഫംഗ്ഷനിൽ ഉണ്ടായിരിക്കണം. f of z naught ഏത് പോയിന്റിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് ആ വാല്യൂ f of z naught എക്സിസ്റ്റ് ചെയ്യണം. If these three conditions are fulfilled, then we can say that the given complex function is continuous at a point z. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലം തന്നാൽ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നാൽ അത് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. കണ്ടീഷൻസ് ഏതൊക്കെയാണ്? The first condition, limit z tends to z naught f of z is equal to L. Limit exists. The second condition എന്താണ്? Limit z tends to z naught f of z is equal to f of z naught. Third condition എന്താണ്? f of z naught exists. ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മൂന്ന് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ആദ്യം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. അടുത്ത രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ z നോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ f of z ആയിരിക്കും. ലിമിറ്റ് z നോട്ടിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കണം? f of z നോട്ട് ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? f of z നോട്ട് ഉണ്ടായിരിക്കണം. f of z നോട്ട് ഷുഡ് എക്സിസ്റ്റ്. ഇതാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള മൂന്ന് കണ്ടീഷൻസ് കേട്ടോ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഈ മൂന്ന് കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് ചെക്ക് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഈ മൂന്ന് കണ്ടീഷൻസും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ.